എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് റാലി വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ആർമിയുടെ ASC ആർമി സർവീസ് കോർപ്സ് ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സിവിലിയൻ റിക്രൂട്ട്മെന്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 16 ഓഗസ്റ്റ് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ തസ്തിക സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ ആണ്. 19,900 ആണ് ബേസിക് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ഇന്ത്യൻ ആർമിയുടെ അലവൻസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്. അടുത്ത കുക്കാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. 19,900 ആണ് ബേസിക് സാലറി. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. MDS ചൗക്കിദാർ 10,000 രൂപയാണ് ബേസിക്. കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 19,900 ആണ് ബേസിക് സാലറി. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ആ തസ്തിയിലേക്കും അപേക്ഷിക്കാൻ സാധിക്കൂ. അടുത്ത ക്ലീനർ ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കൂ. 11,000 രൂപയാണ് ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണ്. 21,700 രൂപയാണ് ബേസിക് സാലറി. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അടുത്ത ട്രേഡ്സ്മാൻ മേറ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. 14,000 രൂപയാണ് ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 41 വേക്കൻസിയാണ് ASC ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കാം. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടറിലേക്ക് 10ാം ക്ലാസ്സാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. കൂടാതെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ്. കുക്ക് 10ാം ക്ലാസ്സാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഡിസേർവബിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. MDS ചൗക്കിദാർ ആണ്. 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 10ാം ക്ലാസ്സാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. കൂടാതെ വാൾഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഹെവിയും ലൈറ്റും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസും ആ തസ്തിയിലേക്ക് ചോദിക്കുന്നുണ്ട്. ക്ലീനർ 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയർ എഞ്ചിൻ ഡ്രൈവർ 10ാം ക്ലാസ്സാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. കൂടാതെ ട്രേഡ് അറിഞ്ഞിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഡ്രൈവിംഗിൽ. അടുത്ത ട്രേഡ്സ്മാൻ മേറ്റ് ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നത് 1.5 കിലോമീറ്റർ റണ്ണിംഗ് ആണ് 6 മിനിറ്റിൽ. കൂടാതെ 50 കിലോഗ്രാം ഭാരം 200 മീറ്റർ ക്യാരി ചെയ്യണം 100 സെക്കൻഡിൽ. ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി പറഞ്ഞിരിക്കുന്നത് 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81.5 സെന്റിമീറ്ററും വെയിറ്റ് 50 കിലോഗ്രാമുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്കും ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 27 വയസ്സ് വരെയാണ്. 25 വയസ്സ് വരെ ട്രേഡ്സ്മാൻ, സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ, കുക്ക് തുടങ്ങിയ തസ്തിയിലേക്ക് 25 വയസ്സ് വരെയും, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തസ്തിയിലേക്ക് 27 വയസ്സ് വരെയാണ്. ഇതിൽ 3 വർഷത്തെ OBCക്കും 5 വർഷത്തെ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. അപേക്ഷ അയക്കുന്നത് ഓഫ്ലൈനായിട്ടാണ്. അപേക്ഷ അയക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ സബ്ജക്റ്റുകളാണുള്ളത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ. വന്ദേ മാതരം.